പുളിരിങ്ങാട് ഉൾപ്പെടെയല്ലാണ്ട് സമീപ മേഖലകളിലൊക്കെ. അവിടെ നിന്നാണ് കോതമംഗലം മണ്ഡലത്തിൽ നിന്ന് മാറാതെ നിരന്തരമായി ഇവിടെ ആനസമരത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. ആനപ്പിണ്ടവുമായി എത്രയോ സമരങ്ങൾ കോതമംഗലത്തേക്ക് വന്നു. എന്താ ഇപ്പൊ ഇവർക്ക് ആർക്കും ആനപ്പിണ്ടം കിട്ടുന്നില്ലേ? നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പോഴും വന്ന ആളുകൾ വെറുതെ ഇങ്ങനെ പല ആളുകളും ഞാൻ സൂചിപ്പിച്ചല്ലോ, എറണാകുളത്ത് നിന്ന് DCC പ്രസിഡന്റ് വരും, നമ്മുടെ MP വരും, മൂവാറ്റുപുഴ MLA, അദ്ദേഹത്തിന് അവിടെ ഒരുപാട് പണിയുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണമായി ശ്രദ്ധിച്ചിരുന്നത് അന്ന് കോതമംഗലത്താണ്. അങ്ങനെ സ്വീകരിച്ച് പരമാവധി ഇതൊരു കുഴപ്പത്തിലാക്കി എങ്ങനെയെങ്കിലും വലിയ തോതിൽ ജനവികാരം ഗവൺമെന്റിനെതിരായി ഭരണകക്ഷി MLA-മാർക്കെതിരായി ഉയർത്തിവിടുക എന്ന സമീപനം സ്വീകരിച്ചു. ചിലരെല്ലാം അതിൽ ഗവേഷണം നടത്തിയ ആളുകളാണ്. അത്തരം ഗവേഷണം നടത്തിയ ഒരാളാണ് ഇപ്പോൾ MLA. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉരുളൻതണ്ണിയിൽ നിന്ന് ഞങ്ങൾ പോരുന്നത് 5:30-ക്കാണെന്ന് പറഞ്ഞല്ലോ. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയാണ്. അവിടെ ഞാൻ തന്നെ അവിടെ ചെന്നിട്ട് വിളിക്കുമ്പോൾ കളക്ടർ 12 മണിക്കാണ് കളക്ടർ എറണാകുളത്ത് നിന്ന് പോരുന്നത്. അങ്ങനെ വന്നു, ജനങ്ങളുടെ പ്രതിഷേധം അത് കേട്ടു, അവരുടെ വികാരം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമീപനം സ്വീകരിച്ചു. അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചു. അല്ലാതെ ഞങ്ങൾ ആരും ഒളിച്ചോടുന്ന സമീപനം 10 വർഷക്കാലം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ആ നിലയിലുള്ള സമീപനമാണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പരിശോധിക്കാം ഓരോ കാര്യങ്ങൾ. ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ നിരന്തരമായ എൻ്റെ പ്രചരണ യോഗങ്ങളിലൊക്കെ പറഞ്ഞു, ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ 10 വർഷക്കാലം എന്താണ് കോതമംഗലത്ത് ചെയ്തത്? ബഹുമാനപ്പെട്ട UDF-ന്റെ സ്ഥാനാർത്ഥി, അന്നത്തെ സ്ഥാനാർത്ഥി, ഇന്നത്തെ MLA, അദ്ദേഹവുമായി പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പങ്കെടുത്ത മാർബേസിൽ സ്കൂളിലെ യോഗത്തിലടക്കം ഞാൻ പറയുകയുണ്ടായി. ഇവരങ്ങനെ നേരിട്ടൊന്നും സംസാരിക്കാൻ വരില്ല. ഇവരെല്ലാം ഒളിയുദ്ധമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് PR ഏജൻസികളെല്ലാം വെച്ചുകൊണ്ട് എന്തെല്ലാം വ്യാജ പ്രചരണം. ഞാൻ അത് സൂചിപ്പിച്ചല്ലോ, കോട്ടപ്പടിയിൽ 1.25 ലക്ഷം രൂപ കൊടുത്ത് പുനർനിർമ്മിച്ചു കൊടുത്ത കിണറിന്റെ വിഷയത്തിനകത്താണ്. അവിടെ നിന്നാണ് ഒരു ജാഥ പോലും അവർ ആരംഭിച്ചത്. അപ്പൊ എങ്ങനെയെല്ലാം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്താൻ കഴിയുമോ അതെല്ലാം നന്നായി ശ്രമിച്ച ആളുകളാണ്. നമ്മൾ ഈ കാര്യത്തിനകത്ത് പരമാവധി ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഞാൻ വെറുതെ ചുമ്മാ കവലപ്രസംഗം പോലെ പറഞ്ഞു പോയതല്ലോ. എന്താണ് 10 വർഷക്കാലം നിങ്ങൾ പരിശോധിച്ച് എണ്ണി ഞാൻ പറയാം. ഈ കോതമംഗലം മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെഞ്ച് കുഴിക്കുന്ന ഒരു പ്രവൃത്തി. നിങ്ങൾക്ക് ഇവിടുന്ന് അധികം അകലെയല്ലല്ലോ, അവിടെ നമ്മുടെ പിടവൂർക്കുടി, ആനന്ദകുടി മേഖലയിൽ പോയി നോക്കാൻ അധിക സമയം വേണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോകുന്നല്ലോ. അവിടെ ക്നാച്ചേരി മേഖലയിലടക്കം 8 കിലോമീറ്റർ ദൂരത്തിലാണ് അവിടെ ട്രെഞ്ചിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചത്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ, ഈ 5 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 90 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിങ്ങിന്റെയും ഹാങ്ങിങ് ഫെൻസിങ്ങിന്റെയും നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരത്തെ വാർത്തകൾ വന്നിരുന്ന പ്രദേശമാണ് വടാട്ടുപാറ പ്രദേശം. വടാട്ടുപാറയിൽ നിങ്ങൾ നോക്കിക്കോ, ആനശല്യം പൂർണ്ണമായി മാറി എന്നല്ല ഞാൻ പറയുന്നത്. നിരന്തരമായി അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. ആളുകളെ ആക്രമിക്കുന്നു, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അങ്ങനെ ഓരോ മേഖലയ്ക്കകത്തും പരമാവധി നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയിൽ ഞാൻ അത് സൂചിപ്പിച്ച ട്രെഞ്ചിന്റെ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആ വേളയിൽ പൂർത്തീകരിച്ചിരുന്നു. ഇവിടെ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനം വകുപ്പിന് വാഹനങ്ങൾ കൊടുത്തത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ കീരമ്പാറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളോട് ഈ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചല്ലേ നമ്മൾ പുതിയ RRTയുടെ അതിന്റെ പ്രവർത്തനം തുടക്കം കുറിച്ചുകൊണ്ടൊരു വാഹനം അടക്കം കൊടുത്തത്. ഈ തൊട്ടപ്പുറത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചല്ലേ കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ RRT രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ RRTയുടെ പ്രവർത്തനത്തിന് സഹായകരമായ നിലയിൽ ഒരു വാഹനം ഉൾപ്പെടെ നമ്മൾ ആ ഘട്ടത്തിൽ ഇവിടെ വെച്ച് കൊടുത്തു. ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൽദോസ് വർഗീസിന്റെ വിഷയമുണ്ടായതിന്റെ തുടർച്ചയിൽ അവിടെ ഉരുളൻതണ്ണിയിൽ അവിടെയും ഈ പ്രശ്നമുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമാണ്. ഞാൻ തന്നെയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എവിടെയെല്ലാം നിങ്ങൾക്ക് വാഹനങ്ങൾ വേണം? അവർ പറഞ്ഞു ഉരുളൻതണ്ണിയിലും ഒരു വാഹനം കൂടി വേണം. അതോടൊപ്പം തന്നെ അവിടെ ചെമ്പൻകുഴിയിൽ, ഇപ്പൊ ഇന്നലെയൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഇടുക്കി റോഡിൽ എപ്പോഴും ആന ക്രോസ് ചെയ്യാണ്. ഒരു ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വണ്ടിയെന്ന് ആന ഇടിക്കും. അതാണ് അവിടുത്തെ സ്ഥിതി. വീട്ടുമുറ്റത്തൊക്കെ ആനയാണ്. അപ്പൊ ആ പ്രദേശത്ത് അവിടെ അങ്ങനെ 2 വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയാണ് കോതമംഗലം DF ഓഫീസിൽ അങ്കണത്തിൽ വെച്ച് ആ 2 വാഹനങ്ങൾ കൂടി നേരത്തെ കൊടുത്തതിന് പുറമെ 2 വാഹനങ്ങൾ കൂടി RRTക്ക് വേണ്ടി കോതമംഗലത്ത് അനുവദിച്ചു.
അത് ഈ മണ്ഡലത്തിന്റെ ചരിത്രം നിങ്ങൾ ആലോചിച്ചു. ഞാൻ മുൻപുണ്ടായിരുന്നവരെ ആരെയും മോശക്കാരായി സംസാരിക്കുന്നതല്ല. നേരത്തെയും ഇവിടെ വന്യമൃഗങ്ങളുണ്ട്, വന്യമൃഗ ശല്യമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവരാരും നേരത്തെ ചെയ്തില്ല എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് അതിനൊരു അവസരം ജനങ്ങൾ നൽകിയപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. 8 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമാണ് കോതമംഗലം മണ്ഡലം. അതിൽ കുട്ടമ്പുഴ ഏറെ വിസ്തൃതമായ മണ്ഡലമാണ്. എല്ലാ മേഖലയിലും ഒരേപോലെ ഫണ്ട് കൊടുക്കുക എന്നുള്ളതും നമുക്കറിയാം, അത് ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് നമ്മൾ 10 വർഷക്കാലം മുൻഗണന കൊടുത്തത്. അത് ഒരു പ്രദേശത്ത് എത്ര പേര് താമസിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. ഇപ്പൊ പട്ടണ പ്രദേശത്തിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ച് പേരെഴുതി വെച്ചാൽ കുറെ ആളുകൾ കാണും. അത്തരം ഒരു മിഥ്യാധാരണയോട് കൂടിയിട്ടൊന്നുമല്ല നമ്മൾ വികസന പ്രവർത്തനങ്ങളെ കണ്ടത്. 10 കുടുംബങ്ങളെങ്കിൽ 10 കുടുംബങ്ങൾ, 5 കുടുംബങ്ങളിൽ 5 കുടുംബങ്ങൾ അവര് അധിവസിക്കുന്ന മേഖലയിൽ ഈ പ്രശ്നത്തിന് എങ്ങനെ പരമാവധി അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയണം, അതിന് എന്ത് ചെയ്യണം, ട്രെഞ്ച് നിർമ്മിക്കണോ, ഫെൻസിങ് നിർമ്മിക്കണോ, ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വെളിച്ച സംവിധാനം ഒരുക്കണോ, അത് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂടി അഭിപ്രായം കേട്ടുകൊണ്ടാണ് നമ്മൾ ആ സമീപനം സ്വീകരിച്ചത്. അങ്ങനെയാണ് മണ്ഡലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തുക വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പരമാവധി ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത്. അതിന്റെ ഭാഗമാണ് അവിടെ പെടുമൂർക്കുടിയിലും ക്ലാച്ചേരി ഉരുളന്തണ്ണി മേഖലയിലടക്കം ട്രെഞ്ചിന്റെ, അത് നിങ്ങൾ മനസ്സിലായി. എപ്പോഴും വന്ന ആളുകൾ വെറുതെ ഇങ്ങനെ പല ആളുകളും ഞാൻ സൂചിപ്പിച്ചല്ലോ, എറണാകുളത്ത് നിന്ന് DCC പ്രസിഡന്റ് വരും, നമ്മുടെ MP വരും, മോറ്റവ MLA, അദ്ദേഹത്തിന് അവിടെ ഒരുപാട് പണിയുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണമായി ശ്രദ്ധിച്ചിരുന്നത് അന്ന് കോതമംഗലത്താണ്. അങ്ങനെ വന്ന് പറയുകയാണ് ഇവിടെ എന്താ ചെയ്തതെന്ന്. ഇവിടെ എന്താ ചെയ്ത് നിങ്ങൾ അന്വേഷിച്ചോ? നേരത്തെ കൈപ്പത്തി ചിഹ്നത്തിലൊക്കെ വർഷങ്ങളോളം ഇവിടെ ഏകപക്ഷീയമായി വിജയിച്ചു പോയ MLA-മാരുണ്ടായിരുന്നില്ലേ? അന്നും ഇവിടെ കാട്ടാന ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം വന്നല്ലോ കാട്ടാന. എന്തുകൊണ്ട് നിങ്ങൾ ട്രെഞ്ച് നിർമ്മിച്ചില്ല? എന്തുകൊണ്ട് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും അന്ന് നടപ്പാക്കിയില്ല? എന്തുകൊണ്ട് ഈ വനം വകുപ്പിനെ സഹായിക്കാൻ വാഹനങ്ങൾ നിങ്ങൾ നൽകിയില്ല? നമ്മൾ പരിശോധിക്കണ്ടേ? ഇതെല്ലാം നമ്മൾ 10 വർഷക്കാലം ചെയ്തു. അത് മാത്രമല്ല എല്ലാ മേഖലയ്ക്കകത്ത് ഇപ്പൊ ഇവിടെ കീരമ്പാറയിൽ നമുക്കറിയാം 94 ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പൊ നടക്കുകയാണല്ലോ. അതിന്റെ അപ്പുറത്തെ ഭാഗം നമ്മുടെ കൂരികുളം മുതൽ അങ്ങ് നേരിമംഗലം ഫാം വരെ വരുന്ന 1,80,00,000 രൂപ വീണ്ടും ആ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ആ വർക്ക് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ അവിടെ നാട്ടുകാർ തന്നെ ഈ വിഷയം രൂക്ഷമായതുകൊണ്ട് അവർ തന്നെ ഒരു സമിതി രൂപീകരിച്ചുള്ള വർക്കിന്റെ പ്രവർത്തനമൊക്കെ അവരിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കീരമ്പാറയിൽ തന്നെ എടുത്തു പറയാൻ കഴിയുന്ന എത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇവിടെ RRT രൂപീകരിച്ചു, വാഹനം കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഈ വഴിയിലൂടെയുള്ള വെളിച്ച സംവിധാനം ഇപ്പോ അത് കുട്ടമ്പുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ നേരത്തെ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ജിജോ സൂചിപ്പിച്ചു, കോതമംഗലത്ത് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി എത്രയോ കേന്ദ്രങ്ങൾ, 100 കണക്കിന് കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കവലകളിൽ മാത്രമല്ല, ഏറ്റവും രൂക്ഷമായി വന്യമൃഗശല്യം നിലനിൽക്കുന്ന ഈ കീരമ്പാറ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളിൽ വിവിധ പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ആ വെളിച്ച സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇവിടെ ഫണ്ട് വെച്ചത്. ഇവിടെ പലരും പെരുമാറുന്നത് പോലെ രാഷ്ട്രീയമായി ആ ഒരു വിവേചനത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നതെങ്കിൽ അത്തരം ഒരു സമീപനം നമ്മളാരെങ്കിലും സ്വീകരിക്കുകയോ? ഇവിടെ നേരത്തെ ജിജോ സൂചിപ്പിച്ചു, ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ പ്രാഥമികമായിട്ടുള്ള വിവിധ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും അത്യാവശ്യം ഒന്ന് കോതമംഗലം ഈ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞ ആളുകൾ എന്താ ഈ കാര്യത്തിനകത്ത് ഇടപെടാത്തത്? ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇടപെടാമെന്നുള്ള നിലപാട് സ്വീകരിച്ചല്ലോ. ഇപ്പൊ മുന്നോട്ട് കൂടെ സൂചിപ്പിച്ചല്ലോ, പലർക്കും പല വ്യക്തിപരമായ തിരക്കൊക്കെ ഉണ്ടാവും, തർക്കമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവരൊന്നും, ഇപ്പൊ ഞാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവരൊന്നും രാത്രി ഉറക്കമില്ല. പലരും നമുക്കറിയാം നേരം വെളുത്ത് കൂലിപ്പണിക്ക് പോവുകയാണ് കുടുംബം പുലർത്തുന്നത്. ഈ ആന മുറ്റത്ത് കൂടി 3, 4, 2.5 സെന്റൊക്കെ ഉള്ള വീടുകളുടെ മുറ്റത്ത് കൂടി രാത്രി ഇങ്ങനെ നടക്കുകയാണ്. ഒന്നല്ല, എത്രയോ ആനകൾ അങ്ങനെ കയറി ഇറന്ന് എപ്പോഴും അക്രമാസക്തമാകാമെന്നുള്ള നിലവ് നിൽക്കുമ്പോൾ എങ്ങനെ കിടന്നുറങ്ങും? പിറ്റേ ദിവസം പണിക്ക് പോകാൻ കഴിയോ? അങ്ങനെ ഏറ്റവും രൂക്ഷമായ സാഹചര്യം നിൽക്കുമ്പോഴും എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും ഇവിടെ വരണ്ടേ? വരുമ്പോൾ ചിലപ്പോൾ ജനങ്ങളുടെ പ്രതികരണമൊക്കെ ഉണ്ടാകുന്ന ഒരു തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളവിടെ 5:30 വരെ അവിടെ പോയി നിന്നത് ജനങ്ങളുടെ വലിയ ഈ സ്വീകരണം ഏറ്റുവാങ്ങിയൊന്നുമല്ല. അത് ജനങ്ങൾ സ്വാഭാവികമാണ്. ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ വൈകാരികമായി തന്നെ പ്രതികരിക്കും. ആ പ്രതികരണങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനുള്ള
ഒരു ബാധ്യതയുള്ള ആളുകളാണ് ഓരോ ജനപ്രതിനിധി, പഞ്ചായത്ത് അംഗം മുതൽ പാർലമെന്റ് അംഗം വരെ. ഇപ്പൊ ജനങ്ങളുടെ അങ്ങനെ പ്രതികരണം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ എനിക്കൊരു സംശയം, ഇപ്പോൾ ജിജോ ഇപ്പോൾ LDF മെമ്പർ ആയതുകൊണ്ടാണ് ഇനി വരാത്തത്, അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ട കാര്യമാണോ? ഇവിടെ ഉണ്ടല്ലോ, കൃഷ്ണപുരത്തുണ്ടല്ലോ, ഏത് വാർഡിലാണെങ്കിലും ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ എത്രയോ ദിവസമായി ഇവിടെ കടന്നു വരുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ വൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കും, ഒരു തർക്കമില്ല. അത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും, ഇന്നതാണ് കാര്യങ്ങൾ, നമുക്ക് പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഇടപെടാം, അതല്ലേ പറയേണ്ടത്. അല്ലാണ്ട് വനംവകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ഇവിടെ കോതമംഗലത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഭരണം മാറിയത്, സർക്കാർ മാറിയത്, മന്ത്രി മാറിയത് ആന അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പുച്ഛിക്കുന്ന സമീപനം അല്ല സ്വീകരിക്കേണ്ടത്. ജനങ്ങളെ പുച്ഛിക്കുന്ന സമീപനമല്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താ, വന്യമൃഗങ്ങളുമായി നമ്മൾ പ്രശ്നത്തിന് പോകരുത്, അവരായിട്ട് സഹവർത്തിത്വത്തിലൂടെ, വന്യമൃഗങ്ങളുമായി സഹവർത്തിത്വത്തിലൂടെ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ അതിന്റെ രൂക്ഷത അനുഭവിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടും, അപകടത്തിൽപ്പെടുമെന്ന ഭീതിയോടുകൂടി കഴിയുന്ന പാവപ്പെട്ടവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, വന്യമൃഗങ്ങളുമായി ആരും നിങ്ങൾ പ്രശ്നത്തിന് പോയതായി. കേരളത്തിൽ 25 ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ്. അവരോട് പറയുകയാണ്, വന്യമൃഗങ്ങളുമായി നിങ്ങൾ പ്രശ്നത്തിന് പോകരുത്, അവരുമായി സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകണം. വനം മന്ത്രി പറയുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് നേരത്തെ പിണറായി വിജയനോ AK ശശീന്ദ്രനോ ഈ കോതമംഗലം MLA ആയി ഞാനോ പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരുന്നു നാട്ടിൽ പുകില്? ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പൊ പലരും ന്യായീകരിക്കുകയാണ്, മന്ത്രിക്ക് ക്ലാസ് എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? വനം മന്ത്രി ഒരു പരിപാടിക്ക് പോയാൽ അവിടെ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞുള്ള ഉദ്ഘാടനമല്ല, ഇതിന്റെ ക്ലാസ്സുകളാണ്. നിങ്ങൾ 972 നിയമവും മറ്റു അതിന്റെ കാര്യങ്ങളും സാങ്കേതികത്വവും ഒക്കെ പറഞ്ഞാണ്. കഴിഞ്ഞ 10 വർഷക്കാലവും ശ്രീ VD സതീശനോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ ഒന്നും ഇത് അറിയാവുന്നത് കൊണ്ടല്ലോ, അല്ലെങ്കിൽ കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾക്കൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ. ഇവിടെ വന്ന MLA എന്നുള്ള നിലയിൽ ഞാനോ അല്ലെങ്കിൽ ഗവൺമെന്റോ വകുപ്പോ ഒന്നും ഒരു കാര്യവും ചെയ്യാനിട്ടല്ലോ. എങ്ങനെയെങ്കിലും പരമാവധി ഇതൊന്ന് കുഴപ്പത്തിലാക്കി ഇവരെ ഒന്ന് ഇറക്കി വിടണമെന്നുള്ള ആ ഒരു കൃത്യമായ ഒരു ധാരണയോടുകൂടി, ഒരു അജണ്ടയോടുകൂടി തന്നെയാണ് ഈ പ്രശ്നത്തിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല തിരിച്ചു സമീപനം സ്വീകരിച്ചത്. അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ 10 വർഷക്കാലത്തിനിടയിൽ ചെയ്തത് കോതമംഗലത്ത് ആദ്യമായിട്ടാണ്. ട്രെഞ്ച് നിർമ്മിച്ചത് ആദ്യമായിട്ടാണ്, വനംവകുപ്പ് വാഹനങ്ങൾ കൊടുത്തത് ആദ്യമായിട്ടാണ്. ഈ ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള അത്തരം പ്രവർത്തികൾ 100 കണക്കിന് കേന്ദ്രങ്ങളിൽ ലൈറ്റ് സംവിധാനം അടക്കം ഒരുക്കി കൊടുത്തത്, അങ്ങനെ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തുടർച്ചയിൽ കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും പുതിയ MLA തന്നെയാണ്, പുതിയ ഗവൺമെന്റാണ്. അതിന് അത്തരം ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത്, അല്ലാണ്ട് ഓടി ഒളിക്കുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഓടി ഒളിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഓടി ഒളിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ വീട്ടമ്മമാർക്കടക്കം വോട്ട് ചെയ്ത ആളുകൾക്കടക്കം ഇവിടെ വന്ന് ഇങ്ങനെ പരസ്യമായി ഈ രാത്രിയിലും പ്രതിഷേധിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ജില്ലക്കാരനാണല്ലോ, അദ്ദേഹത്തിന് കോതമംഗലത്തിന്റെ സാഹചര്യം ഒന്നും അറിയാത്ത ആളൊന്നുമല്ല, എല്ലാം നന്നായി അറിയാവുന്നതാണ്. പല വേളയിൽ അദ്ദേഹം ഇവിടെ കടന്നു വന്നുകൊണ്ട് ഈ വിഷയത്തിൽ പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ നടത്തിപ്പോയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാത്ത സ്ഥലമൊന്നുമല്ല കോതമംഗലം. അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കോതമംഗലത്ത് വന്നപ്പോഴും നേരിട്ടും ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ടാണ് ഇത്, എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ല, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാര മാർഗങ്ങൾ അത് ചെയ്ത കുഴപ്പമില്ല. പക്ഷെ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. അപകടകാരികളായി പ്രദേശത്ത് തുടരുന്ന കാട്ടാനകളെ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടണം. ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പരമാവധി ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനോടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടും വനംവകുപ്പ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട കോതമംഗലം MLA ഒക്കെ ഒരു മുൻ MLA എന്നുള്ള നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലവും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ MLA അല്ല എങ്കിൽ കൂടിയും ഏത് വിഷയം ഉയർന്നു വന്നാലും എപ്പോഴും ജനങ്ങൾക്ക് എന്നെ സമീപിക്കുക. MLA അല്ലെങ്കിലും ഞങ്ങളാരും അല്ലെങ്കിൽ ഞാനൊന്നും മാറി നിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു പ്രശ്നം ഉയർന്നു വന്നാലും
എപ്പോഴും ജനങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് കൂടി ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലവും ഇവിടെ നമുക്കറിയാം ഇതുപോലെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ആ കാര്യങ്ങൾ ജനങ്ങളോട് അതാത് സമയങ്ങളിൽ കൃത്യമായി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില വേളകളിലെങ്കിലും എതിരാളികളായിട്ടുള്ള ആളുകൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറേയേറെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. താൽക്കാലികമായി ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ നേരം ഈ പുന്നേക്കാട് കവലയിൽ നിന്നുകൊണ്ട് സംസാരിച്ചത്. ഓരോ വിഷയങ്ങളിലും നിങ്ങൾ പരിശോധിച്ചോ, നിയമസഭാ രേഖകൾ പരിശോധിച്ചോ, അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ നേരത്തെ മുൻകാലങ്ങളിൽ വനം വകുപ്പിൽ ഫണ്ട് വകയിരുത്തിയതും അല്ലെങ്കിൽ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചു. ആരുമായും ഇനിയും ബഹുമാനപ്പെട്ട MLAക്ക് സംശയമുണ്ടെങ്കിൽ പരസ്യ സംവാദത്തിന് മുൻ MLA എന്ന നിലയിൽ ഞാനിപ്പോഴും തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നത് വരെ ഈ വിഷയത്തിനകത്ത് ഞങ്ങളെല്ലാം ഒപ്പമുണ്ടാകുമെന്ന് കൂടി ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.